അക്കാഡമിക്സിനാണോ ലൈഫ് സ്കിൽസിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? രണ്ടിനും ഏതാണ്ട് ഒരേ പ്രാധാന്യം തന്നെയാണ്. അക്കാഡമിക്സ് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിലേക്കോ നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. അതേസമയം അക്കാഡമിക്സ് എല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്നത് എന്താണ്? നമ്മുടെ ലൈഫ് സ്കിൽസാണ്, സോഷ്യലൈസിങ് സ്കിൽസാണ്. ബേസിക് ലൈഫ് സ്കിൽസ് ഉറപ്പായിട്ട് നമുക്ക് വേണം. നമ്മുടെ കുക്കിംഗ്, ക്ലീനിങ് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ. പിന്നെ സോഷ്യലൈസിങ് സ്കിൽസ് എന്ന് പറയുന്ന സംഭവം, അത് ഇപ്പോൾ ഒത്തിരിയും പേര് സ്ട്രഗിൾ ചെയ്യുന്നത്, നമുക്കിപ്പം അത്യാവശ്യം എല്ലാ കഴിവുകളും ഉണ്ട്. എന്താണ്, എല്ലാവരും ഇപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറയും അല്ലേ? ഇൻട്രോവേർട്ട്സ് അല്ലാത്ത ആൾക്കാരും ഇൻട്രോവേർട്ട് എന്ന് പറയാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ അവർക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, ഈവൻ ദോ അവർ നല്ല ഏർണിങ് ആൾക്കാരായിരിക്കും, അവർ വെൽ സെറ്റിൽഡ് ആയിരിക്കും, പക്ഷെ എന്താണ്, ചുറ്റും നോക്കുമ്പോൾ ഒരു ശൂന്യതയാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് കൂടിയാണ് വരുന്നത്. നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ കാലത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, കറക്റ്റായിട്ട് ആൾക്കാരുടെ അടുത്ത് ഇപ്പം നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ കുഞ്ഞിലെ നമ്മൾ അതിനും കൂടെ ഒരു പാലമിട്ട് വേണം പിള്ളേരെ വളർത്താനായിട്ട്.